ഹലോ ഡിയസ്. അപ്പോൾ കുറേ നാളിന് ശേഷമല്ല ഞാൻ വീഡിയോ ഇടുന്നത്. കുറേ നാളായി ഏട്ടൻ്റെ വീഡിയോ തന്നെ എല്ലാവരും കാണുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലരൊക്കെ വളരെ ചുരുക്കം കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചുവിൻ്റെ വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചൊരു വീഡിയോ ആണിത്. അതൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഇതൊരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഓഫീസിലെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. രാവിലെ എത്തിയാണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ഓഫീസിലെത്തുമ്പം അത് എസ്പെഷ്യലി പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ച്, അതായത് ബസ്സിലും മെട്രോയിലൊക്കെ കയറി ഇറങ്ങി വരുന്നവർ ഭയങ്കരമായിട്ട് മുഷിഞ്ഞിട്ടാണ് വരിക. അപ്പം ഞാനും ഇതിനൊക്കെ ആശ്രയിക്കുന്ന കാരണം ഞാനും എത്തുമ്പോൾ നന്നായിട്ട് മുഷിയും. അതുകൊണ്ട് എത്തിയ പാട് തന്നെ കുറച്ച് നേരം ഇരുന്നൊന്ന് വേർപ്പൊക്കെ ഒതുങ്ങിയതിന് ശേഷം നമ്മൾ അണ്ടർ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു മുഷിഞ്ഞ സ്മെല്ലായിരിക്കുമല്ലോ നമുക്കൊക്കെ. അതിനുശേഷം നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ലിപ്സ്റ്റിക്കിന് ഇടുന്നതാണ് അടുത്ത ചടങ്ങ്. അതില്ലാണ്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ഇട്ടതിന് ശേഷം കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി അറ്റ് ഓഫീസിലുള്ള ഒരു ഗെറ്റ് റെഡി. അപ്പോൾ അത് അതിന് ശേഷം ടാഗൊക്കെ ഇട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറാൻ പോവാണ്. പിന്നെ ഡ്യൂട്ടീൻ്റെ ഇടയിൽ നമുക്കിവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഒരു ചായയും കൂടി കുടിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇതാണ് എൻ്റെ ബസ് സ്റ്റോപ്പ്. അതിനുശേഷം വൈകുന്നേരം എത്തിയതിന് ശേഷം ഞാനും അമ്മയും കുഞ്ഞിപ്പെണ്ണും ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. നടക്കാനല്ല, ഒരു ചായ കുടിക്കാന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തിനുള്ള ഒരു ചായക്കടയിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് നമ്മൾ കുഞ്ഞിപ്പെണ്ണൊരു കുഞ്ഞ് കേക്ക് വാങ്ങിക്കൊടുത്തു. ഞാനും അമ്മയും പഴംപൊരിയും ചായയും കഴിച്ചു. കുറേ നാളായിട്ട് ഈ ചായയിൽ മധുരമിട്ടത് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് മധുരമുള്ളത് കഴിച്ചപ്പോൾ ഞാൻ പറയാനും വിട്ടുപോയി മധുരമുള്ളത് വേണ്ടാന്ന്. അങ്ങനെ അത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം 1-2 മിനിറ്റ് അവിടെ ഇരുന്നു. പിന്നെ നല്ല ചൂടായിരുന്നു. അതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി. അന്നത്തെ കുഞ്ഞു വിശേഷം.